ഗൈസ് നോക്കൂ, നമ്മളെന്തൊരു ടെമ്പിളിലേക്ക് ഇറങ്ങിയതാണ്. ഏതോ കാട്ടിന് അടുത്തേക്കൂടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാപ്പ് ഇട്ടിട്ട് അങ്ങനെ പോയി. നല്ല മലയും നല്ല കിടിലം വ്യൂ എല്ലാം ഉണ്ട്. ഗൈസ് നമ്മളിന്ന് പോകുന്നത് ശ്രീ വട്ടത്തറ സുബ്രഹ്മണ്യ ദേവി ക്ഷേത്രത്തിലേക്കാണ്. ഗൈസ് ഇത് നോക്കൂ, നമ്മൾ വേറൊരു അമ്പലത്തിലേക്ക് ഇപ്പം ഞാൻ പറഞ്ഞ അമ്പലത്തിലേക്ക് ഇറങ്ങിയ സോറി ഒരു കാവിലേക്ക് ഇറങ്ങിയത്. പക്ഷേങ്കിൽ പോകുന്ന വഴിക്ക് നമ്മൾക്കൊരു ഒരു കാവ് കിട്ടി. അപ്പം അവിടെ ഇന്ന് തെയ്യം എന്തെങ്കിലും ഇതാന്ന് തോന്നുന്നു, നേർച്ച അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നു, നമുക്ക് വലിയ അറിവില്ല. അപ്പം നമ്മളങ്ങനെ കാവിൻ്റെ ഉള്ളിൽ കയറി. കേൾക്കുന്നുണ്ടോ അറിയില്ല സൗണ്ട്, ചെന്നൈയുടെ സൗണ്ട് ഉണ്ട്. നമ്മളെ കണ്ണൂർക്കാരുടെ മെയിൻ. പക്ഷെ ഇപ്പം തെയ്യം കഴിഞ്ഞില്ല. എനിക്ക് തോന്നിയതുണ്ടെങ്കിൽ നേർച്ച സംതിങ് ആയിരിക്കും. ഇതൊരു വേട്ടക്കുരുമ ക്ഷേത്രം കൂടിയാണ്. ഇതൊക്കെ ഒരു നാടിൻ്റെ ഒരു ഇത് നോക്കിയാൽ എല്ലാവരും ഇങ്ങനെ ചുറ്റിയിരുന്ന് തെയ്യം കാണുന്നു. എന്നിട്ട് ഈടുന്ന് ഇപ്പം തെയ്യം ഇങ്ങനെ എല്ലാ സംക്രമത്തിനും ഉണ്ടാകുന്ന ഒരു വെള്ളാട്ടമാണ്. ഇത് വെള്ളാട്ടാണ്, തെയ്യല്ല ഗൈസ്, ഇത് വെള്ളാട്ടാണ്. ഇന്ന് സംക്രമമായോണ്ട് ഇന്ന് സംക്രമമായോണ്ട് എല്ലാ സംക്രമത്തിനും ഉണ്ടാവും. ഗൈസ് നമ്മൾ പോകുന്നതിലേക്ക് കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എല്ലാ ക്ഷേത്രത്തിനും ഉണ്ടാവും കുളം. ഒരു ക്ഷേത്രക്കുളം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതാ ഇവിടുത്തെ കുളം നോക്കൂ ഗൈസ്, മീനുണ്ട് ഗൈസ്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ പേക്കപ്പായി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എല്ലാവരും കൂടി ഇങ്ങനെ നിന്ന് ഒരു ചുറ്റും നിന്ന് തെയ്യം കാണുന്നതും ഇതാ കുറിമണിക്കാൻ നിൽക്കുന്നതും ഭയങ്കര രസമുണ്ട് ഗൈസ്. അതെ, ശ്രീ വേട്ടക്കുരുമണി ക്ഷേത്രം ബ്ലാത്തൂർ. ഇത് ഇവിടുത്തെ വഴിപാടും കാര്യങ്ങളും ഗൈസ്. ഇത് നോക്കും, കുറിമണിക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നു ഗൈസ്. അങ്ങനെ ചെരുപ്പല്ലിട്ട് നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ നേരെ ഇറങ്ങുന്ന സമയത്തേക്ക് നേരെ ഇവിടെ ഫ്രണ്ടിൽ വയലാണ്. നോക്കൂ വയൽ. ഇവിടെ വലിയൊരു ആൽമരമുണ്ട്. പിന്നെ അതിൻ്റെ കീഴിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. നല്ല വയലും. അങ്ങനെ ഇനി നമ്മളെ ലൊക്കേഷനിലേക്ക് പോട്ടെ, അവിടെ നിന്ന് കാണാം. ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. വ്യൂ നോക്കൂ. കണ്ണൂർ ജില്ലയിലെ ആനറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ക്ഷേത്രം വരുന്നത്. വഴി കിട്ടി നേരെ ഇങ്ങോട്ടേക്ക്. ഇവിടെ വലിയ പാറ നോക്കും, വലിയ നിട്ടൊക്കെ ഉണ്ട്. മുകളിലേക്കാണ് വഴി കാണിക്കുന്നത്. ഇടിഞ്ഞ വഴിയാണ് ഗൈസ്. തുടക്കല്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, വണ്ടിയാ വേക്കത്ത് ഇതാവും. നോക്കൂ സ്പീഡ് ഗൈസ്. നമ്മുടെ എട്ട് ടോപ്പിലല്ലേ, വലിയൊരു കുന്നിന്റെ മുകളിലെത്തി ഗൈസ്. ഗൈസ് അവിടെ ഒരു വെള്ളച്ചാട്ടം, ആ ഗ്യാപ്പിലേക്കൂടെ ഒരു വെള്ളച്ചാട്ടം. കാടും മലയും കുന്നും കല്ലും. അടുക്കാൻ ഇറങ്ങട്ടെ ഗൈസ്. നോക്കിയതാ ബാഗം നോക്കിയ ഗൈസ്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ നേരിട്ടുള്ള വ്യൂ സീന്. ഇറങ്ങട്ടെ അവിടെ കല്ലിന് കുടുങ്ങിയിട്ടേ ആ മാറ്റിയെടുത്താൽ മതി. കണ്ട ഗൈസ്, ഇതാ നോക്കൂ, സൈഡിലെ കൂടെ നല്ല വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഗൈസ്. ഇതാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു മുകളിലേക്ക്. ആറ് ചേട്ടാ ഇനിയും കയറാനുണ്ടാ പോയിട്ടു ഗൈസ്. ഇത് നോക്കൂ, വെള്ളച്ചാട്ടം നോക്കൂ, സീൻ. ഇതാ നല്ല പ്യുവർ
ഗൈസ് അമൃതേശ്വരം അങ്ങ് മുകളിലെത്തി. ഇനി ഓടിക്കേറിയ രക്ഷയില്ല. വണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ വീഴുമായിരുന്നു. ടെമ്പിളിലേക്ക് എത്താനായി തോന്നുക. ഗൈസ് ഒരു വലിയ കാട്ടിൻ്റെ ഉള്ളിൽ ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ ഇവിടെ എത്തി. ഫുൾ കാട്, ഒരു കുന്നിൻ്റെ മുകളിലാണ് കഴിച്ചത്. നോക്കി എവിടുന്നതാ വെള്ളം ഒഴുകുന്നുണ്ട്. ഓടിയിട്ട് കൊതച്ചങ്ങ് എത്തി. ഇതാ ഗൈസ് ടെമ്പിൾ. ഫുൾ കാട് ഗൈസ്, ഫുൾ കാട്. അതിൻ്റെ നടുക്ക് ഇത് നോക്കൂ, അമ്പലം പ്ലസ് ബാക്കിൽ മഞ്ഞ്. ഇതാ ഇതെങ്ങനെ അറിയോ, ഒരു വലിയ കാട്, കുന്നിൻ്റെ മുകളിൽ ചുറ്റും മല. അതിൻ്റെ അകത്ത് നിന്ന് ആ ഒരു മഞ്ഞ് വീടിൻ്റെ സാധനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈഫ് മീൻസ് നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. ഒരു കുന്ന്, അതിൻ്റെ നടുക്കി കാവ്, പിന്നെ ഒരു കാവോ ക്ഷേത്രം, അതിൻ്റെ നടുക്കിത്. പിന്നെ ഇതെല്ലാം നോക്കൂ, നാഗത്തിൻ്റെ സംഭവങ്ങൾ. ഇതാ ആ മഞ്ഞ് നോക്കുക, സിങ് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അതിങ്ങനെ ഫോഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും വെള്ളച്ചാട്ടം. ഇങ്ങനെ സൈഡിലേക്ക് എല്ലാം വെള്ളം ഒഴുകുന്നുണ്ട്. ഫുള്ള് ചുറ്റും വെള്ളച്ചാട്ടം. എന്താ പറയേണ്ടതെന്ന് കിട്ടുന്നില്ല, കാരണം ആ ഒരു രീതിയിൽ എക്സ്പീരിയൻസിലുള്ളത്. ഇത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ സൈഡിലേക്കൂടെ ഇതാ വെള്ളച്ചാട്ടം. കേസ് ഇത് നോക്കൂ, എല്ലാം നോക്കൂ, ഒരു കാട്ടിനെ നടുക്ക്. ഇതൊക്കെ ചിത്രം നോക്കിയ ഗൈസ്, ഈ ഒരു ആംബിയൻസും. ഗൈസ് ഇവിടെ ഒന്നും ആരും എന്താ പറയുക ഭയങ്കര ശബ്ദം ഉണ്ടാക്കുകയോ ഒരു ഭംഗി എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. വരുന്നുണ്ടെങ്കിൽ ഗൈസ് ഇതാ ശിവൻ്റെ സർപ്പത്തിൻ്റെ കാര്യങ്ങളുണ്ട് ഇവിടെ. ചിത്രം ഉണ്ട്. പക്ഷെ ആ സൈഡിൽ ചിത്രം വരച്ച് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട്. ഒരു പക്ക ട്രഡീഷണൽ ഫുൾ കാട്, അതിൻ്റെ നടുക്കി അമ്പലം, ഫുൾ സീനാണ്. നമ്മളങ്ങനെ ചിത്രം കണ്ടില്ല. ഇവിടെ പുതിയ ചിത്രങ്ങൾ വരക്കുന്നുണ്ട് തോന്നുന്നു. ഇതാ ഗൈസ്, ഇവിടെ പുതിയ ചിത്രങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഗൈസ് ഇത് നോക്കിയതാ, ഫോഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നെന്ന് അറിയില്ല. അങ്ങനെ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതാ ഫുൾ ലാൻഡ്സ് ഗൈസ്, ഫുൾ ചുറ്റിതാ വലിയ ഫുൾ കാട്. അങ്ങനെ നമ്മളിത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതാ നമ്മളിവിടെ പോകാൻ റെഡിയായി നിൽക്കുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡാക്കുകയാണ്. ഓക്കെ ബൈ.